ശ്രീ ശങ്കരാചാര്യ വിരചിതം ശിവാനന്ദലഹരി അർത്ഥസഹിതം പഠിക്കാം. അടുത്തത് വന്ദന ശ്ലോകം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥപ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. ഈ ശ്ലോകം മഹാകവി കാളിദാസൻ്റെ രഘുവംശം എന്ന മഹാകാവ്യത്തിലെ ആദ്യത്തെ ശ്ലോകമാണ്. ഇതിൻ്റെ അർത്ഥം നോക്കാം. വാക് അർദ്ധൗ ഇവ സംപൃക്തൗ ജഗതഃ പിതരൗ പാർവതീ പരമേശ്വരൗ വാഗർത്ഥപ്രതിപത്തയേ അഹം വന്ദേ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അന്വയം. ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. വാക് അർദ്ധൗ, വാക്കും അതിൻ്റെ അർത്ഥവും, സംപൃക്തൗ ഇവ, എപ്രകാരം ഇഴുകിച്ചേർന്നിരിക്കുന്നുവോ അതുപോലെ ഇഴുകിച്ചേർന്നിരിക്കുന്ന, ജഗതഃ പിതരൗ, ജഗത്തിൻ്റെ മാതാപിതാക്കളായ, പാർവതീ പരമേശ്വരൗ, പാർവതീ പരമേശ്വരന്മാരെ, വാഗർത്ഥപ്രതിപത്തയെ, വാക്കുകളും അവയുടെ അർത്ഥവും യഥേഷ്ടം ലഭിക്കുന്നതിനായി, അഹം വന്ദേ, ഞാൻ വന്ദിക്കുന്നു. ധാരാളം വാക്കുകളും അവയുടെ അർത്ഥവും ലഭിച്ച് മഹാകാവ്യം വളരെ മനോഹരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കാളിദാസൻ കാവ്യത്തിൻ്റെ ആരംഭത്തിൽ തന്നെ പാർവതീ പരമേശ്വരന്മാർക്ക് കൊടുക്കുന്ന ഒരു നമസ്കാരമാണ് ഈ ശ്ലോകം. ശിവാനന്ദലഹരിയിലെ രണ്ടാമത്തെ ശ്ലോകം. ഗലന്തി ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജഃ ദലന്തി ധീകുല്യാ സരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണ പരിതാപോപശമനം വസന്തി ചേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. പദച്ഛേദം. ഗലന്തി ശംഭോ ത്വത് ചരിതസരിതഃ കിൽബിഷരജഃ ദലന്തി ധീകുല്യാ സരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാരഭ്രമണ പരിതാപോപശമനം വസന്തി മച്ചേതോ ഹൃദഭുവി ശിവാനന്ദലഹരി. അടുത്തത് വാക്യവിശ്ലേഷണം. ഒരു വാക്യത്തിലെ ക്രിയാപദങ്ങൾ, നാമപദങ്ങൾ, ക്രിയാവിശേഷണങ്ങൾ, നാമവിശേഷണങ്ങൾ, അവ്യയങ്ങളുണ്ടെങ്കിൽ അതിനെയെല്ലാം വേർതിരിച്ചെടുക്കുന്നതിനെയാണ് നമ്മൾ വാക്യവിശ്ലേഷണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആ ശബ്ദം സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകലിംഗമാണോ, അത് ഏത് വിഭക്തിയിലാണ്, പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, സംബോധന, ഇങ്ങനെ ഏത് വിഭക്തിയിലാണ് ആ ശബ്ദം, അതേപോലെ തന്നെ അത് ഏകവചനമാണോ ദ്വിവചനമാണോ ബഹുവചനമാണോ എല്ലാം നോക്കി അതിനെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയ്ക്കാണ് നമ്മൾ വാക്യവിശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശ്ലോകത്തിലെ ക്രിയാപദം വിജയതാം, അതാണ്. ഇനി നാമപദങ്ങൾ നോക്കാം. ശംഭോ, അത് സംബോധന വിഭക്തിയിലുള്ള ശബ്ദമാണ്. അടുത്തത് ശിവാനന്ദലഹരി, അത് ഈകാരാന്ത സ്ത്രീലിംഗ പ്രഥമ വിഭക്തിയിലെ ഏകവചന ശബ്ദമാണ്. അടുത്തത്
ഗലന്തി, ദലന്തി, പതന്തി, ദിശന്തി, വസന്തി. ഈ ശബ്ദങ്ങളെല്ലാം തന്നെയും ഈകാരാന്ത സ്ത്രീലിംഗ പ്രഥമ ഏകവചന ശബ്ദങ്ങളാണ്. ഇതെല്ലാം നാമവിശേഷണങ്ങളാണ്. ശിവാനന്ദ ലഹരി എന്നുള്ള ആ ശബ്ദത്തിൻ്റെ വിശേഷണ ശബ്ദങ്ങളാണ് ഇതെല്ലാം തന്നെയും. ഇതിന് സംസ്കൃതത്തിൽ കൃതന്തങ്ങൾ എന്ന് പറയും. കൃതന്തങ്ങൾ, കൃത് അന്തം, കൃതന്തം. ധാതുവിനോട് പ്രത്യയങ്ങൾ ചേർക്കുമ്പോഴാണ്, ചില പ്രത്യയങ്ങൾ ചേർക്കുമ്പോൾ നമുക്ക് കൃതന്ത ശബ്ദങ്ങൾ ലഭിക്കുന്നു. ഇതെല്ലാം വിശേഷണ ശബ്ദങ്ങളാണ്, നാമവിശേഷണങ്ങൾ. അടുത്തത് ത്വച്ചരിത സരിതഃ. ഇത് തകാരാന്ത സ്ത്രീലിംഗ സരിത്ത്, സരിത്ത് എന്ന് പറയുന്ന തകാരാന്ത സ്ത്രീലിംഗ ശബ്ദത്തിൻ്റെ പഞ്ചമി വിഭക്തിയിലുള്ള ഏകവചന ശബ്ദമാണ്. അടുത്തത് കിൽബിഷ രജഃ. കിൽബിഷ രജഃ, അത് രജസ് എന്ന് പറയുന്ന സകാരാന്ത നപുംസകലിംഗത്തിൻ്റെ ദ്വിതീയ ഏകവചന ശബ്ദമാണ്. അടുത്തത് ധീകുല്യാസരണിഷു. അത് ഇകാരാന്ത സ്ത്രീലിംഗ, ഈകാരാന്തമല്ല, ഇകാരാന്ത സ്ത്രീലിംഗ സരണി എന്ന ശബ്ദത്തിൻ്റെ സപ്തമി ബഹുവചനമാണ്. അടുത്തത് സംസാര ഭ്രമണ പരിതാപോപശമനം. ശമന, ഇതൊരു സമസ്ത പദമാണ്. ശമന എന്ന് പറയുന്നത് അകാരാന്ത നപുംസകലിംഗ ദ്വിതീയ ഏകവചന ശബ്ദമാണ്. മച്ചേതോ ഹ്രദഭുവി. അത് ഭൂ എന്ന് പറയുന്ന ഊകാരാന്ത സ്ത്രീലിംഗ സപ്തമി വിഭക്തിയിലുള്ള ഏകവചന ശബ്ദമാണ്. ഇപ്രകാരം ഈ ശ്ലോകത്തിനെ നമ്മൾ വാക്യവിശ്ലേഷണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ പദത്തിൻ്റെയും അർത്ഥങ്ങൾ ചേർത്ത് നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം രചിക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അടുത്തത് അന്വയരചനയാണ്. അന്വയം എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകത്തിലുള്ള ശബ്ദങ്ങളെ ആ ക്രിയാപദത്തിനോട് യോജിപ്പിക്കുക അഥവാ അന്വയിപ്പിക്കുക. അതിനെയാണ് അന്വയരചന എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നോക്കാം. ശംഭോ, അല്ലയോ ശംഭോ, അത് സംബോധനയാണ്. ക്രിയാപദം വിജയതാം, വിജയിച്ചരുളട്ടെ. ഇനിയും ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ഈ ശ്ലോകത്തിലുള്ള പദങ്ങളെ ആ ക്രിയാപദത്തിനോട് നമുക്ക് യോജിപ്പിക്കുവാൻ സാധിക്കും. ആദ്യത്തെ ചോദ്യം ചോദിക്കാം. ആര് വിജയതാം? ആർക്കാണ് വിജയാശംസ നേരുന്നത്? ശിവാനന്ദ ലഹരി, ശിവാനന്ദ പ്രവാഹം. ലഹരി എന്ന് പറഞ്ഞാൽ തരംഗങ്ങൾ എന്നാണ് അർത്ഥം. ശിവാനന്ദ പ്രവാഹം വിജയിച്ചരുളട്ടെ. ഇനിയും ഈ ശ്ലോകത്തുള്ള ബാക്കി പല ശബ്ദങ്ങളും ഈ ശിവാനന്ദ ലഹരി എന്ന ശബ്ദത്തിൻ്റെ വിശേഷണ ശബ്ദങ്ങളാണ്, നാമവിശേഷണങ്ങളാണ്. അത് ഒന്നൊന്നായി ചോദിക്കാം. എങ്ങനെയുള്ള ശിവാനന്ദ ലഹരി? ഗലന്തി, പെരുകി ഒഴുകി വരുന്ന ശിവാനന്ദ ലഹരി. എവിടെ നിന്നും ഒഴുകി വരുന്ന ശിവാനന്ദ ലഹരി? ത്വച്ചരിത സരിതഃ, ത്വത് ചരിത സരിതഃ, അങ്ങയുടെ ചരിതമാകുന്ന നദിയിൽ നിന്നും പെരുകി ഒഴുകി വരുന്ന ശിവാനന്ദ ലഹരി. അടുത്തത് വീണ്ടും ചോദിക്കാം. എങ്ങനെയുള്ള ശിവാനന്ദ ലഹരി? ദലന്തി, തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും. എന്തിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? കിൽബിഷരജഃ, പാപമാകുന്ന ധൂളികളെ. കിൽബിഷ പാപം എന്നാണ് അർത്ഥം. രജസ് പൊടിപടലങ്ങൾ, ധൂളികൾ. പാപമാകുന്ന ധൂളികളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായ ശിവാനന്ദ പ്രവാഹം. വീണ്ടും എങ്ങനെയുള്ള ശിവാനന്ദ ലഹരി? പതന്തി, വീണുകൊണ്ടിരിക്കുന്നത്. എവിടെ വീണുകൊണ്ടിരിക്കുന്നത്? ധീ കുല്യാസരണിഷു. ധീ ബുദ്ധി, കുല്യാസരണി എന്ന് ചെറിയ കൈത്തോടുകൾ, കുല്യാസരണി.
സോ ധീകുല്യാ സരണിഷു, ബുദ്ധിയാകുന്ന കൈത്തോടുകളിൽ വീണുകൊണ്ടിരിക്കുന്നതും പാപമാകുന്ന പൊടിപടലങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ശിവാനന്ദ ലഹരി എന്ന് അർത്ഥം. ഇനിയും വിശേഷണങ്ങളുണ്ട്, നോക്കാം. വീണ്ടും എങ്ങനെയുള്ള ശിവാനന്ദ ലഹരി? ദിശന്തി, ദിശന്തി നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എന്ത് നൽകിക്കൊണ്ടിരിക്കുന്നത്? സംസാര ഭ്രമണ പരിതാപോപശമനം, ജനന മരണാദിയായ സംസാര ഭ്രമണത്തിൽപ്പെട്ടുണ്ടായ ദുഃഖത്തിന് ശമനം നൽകിക്കൊണ്ടിരിക്കുന്നതായ ശിവാനന്ദ ലഹരി. വീണ്ടും ചോദിക്കാം, എങ്ങനെയുള്ള ശിവാനന്ദ ലഹരി? വസന്തി, വസിച്ചുകൊണ്ടിരിക്കുന്നതുമായ. എവിടെ വസിച്ചുകൊണ്ടിരിക്കുന്നത്? മച്ചേതോ ഹൃദഭുവി, എൻ്റെ ഹൃദയമാകുന്ന അഗാധ ജലത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ശിവാനന്ദ ലഹരി. ഇതെല്ലാം ശങ്കരാചാര്യർ ഭഗവാനോട് പറയുന്നതാണ്. ഇങ്ങനെയെല്ലാമുള്ള ശിവാനന്ദ ലഹരി വിജയതാം, ജയിക്കട്ടെ എന്ന് ഒരു ആശംസ. അടുത്തത് അന്വയമാണ്. ഹേ ശംഭോ ത്വച്ചരിതസരിതഃ ഗലന്തി കിൽബിഷരജഃ ദലന്തി ധീകുല്യാസരണിഷു പതന്തി സംസാരഭ്രമണപരിതാപോപശമനം ദിശന്തി മച്ചേതോ ഹൃദഭുവി വസന്തി ശിവാനന്ദലഹരി വിജയതാം. ഈ ശ്ലോകത്തിനെ നമ്മൾ ഇപ്പോൾ ഒരു ഗദ്യരൂപത്തിലാക്കി കഴിഞ്ഞു. ഗദ്യരൂപത്തിലാക്കി കഴിയുമ്പോൾ അർത്ഥം മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. അല്ലയോ ശംഭോ, അങ്ങയുടെ ചരിതമാകുന്ന നദിയിൽ നിന്നും പെരുകി ഒഴുകി വരുന്ന പാപമാകുന്ന ധൂളികളെ നശിപ്പിച്ചുകൊണ്ട് ബുദ്ധിയാകുന്ന കൈത്തോടുകളിൽ വീണുകൊണ്ടിരിക്കുന്നതും ജനനമരണാദിയായ സംസാര ഭ്രമണത്തിൽ പെട്ടതിനാലുണ്ടായ ദുഃഖത്തിന് ശമനം നൽകിക്കൊണ്ടിരിക്കുന്നതും എൻ്റെ ഹൃദയമാകുന്ന കയത്തിൽ വസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ശിവാനന്ദ പ്രവാഹം വിജയിച്ചരുളട്ടെ. ഇത് ശങ്കരാചാര്യരുടെ ഒരു ആശംസയാണ്. ഇങ്ങനെ എല്ലാമുള്ള ശിവാനന്ദ പ്രവാഹം വിജയിച്ചരുളട്ടെ ഭഗവാനെ. ഓം തത്സത്.